മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തെയും പരിഹസിച്ച് മുസ്ലിം ലീഗ് മുഖപത്രം. എത്ര തോറ്റാലും തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യന് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണെന്ന് ചന്ദ്രിക എഡിറ്റോറിയൽ പറയുന്നു. കേരളത്തിൽ ജനം CPM-നെ കഴിയുന്നുവെന്നും എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നു. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഇന്നലെ കോഴിക്കോടായിരുന്ന മുഖ്യമന്ത്രി ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതേ നാണയത്തിൽ തന്നെ ലീഗും തിരിച്ച് മറുപടി പറയുന്നു. തീർച്ചയായിട്ടും രജനി, അങ്ങനെ വേണം നമുക്ക് നോക്കിക്കാണാം. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ ലീഗും തങ്ങളുടെ മുഖപത്രത്തിലൂടെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണം പ്രധാനമായി നോക്കിക്കാണാൻ. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര തോറ്റാലും തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യനെ മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുകയാണ് പണി എന്നുള്ള ആക്ഷേപമാണ് എഡിറ്റോറിയലിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതാവുമ്പോൾ അന്തവും കുന്തവും ഇല്ലാതെ സഹാക്കൾ ആഹാ വിളിച്ച് കൂടെ നടക്കും. അതായത് പ്രത്യക്ഷത്തിൽ കൃത്യമായി തന്നെ CPM-നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്താനുള്ള സമുദായ പത്രത്തിന്റെ അശ്ലീല പരസ്യം നൽകിയതും വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളത്. അതായത് സുപ്രഭാതത്തിൽ പരസ്യം നൽകിയതിനെ കുറിച്ചും കൃത്യമായിട്ട് ചന്ദ്രികയിൽ പരാമർശം നൽകിയിട്ടുണ്ട്. കാരണം അന്ന് വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. കാരണം സമസ്തയെ എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം CPM നടത്തുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സുപ്രഭാതത്തിന്റെ മുഖപത്രം, അതായത് ആദ്യ പേജിൽ തന്നെ LDF-ന്റെ വലിയൊരു പരസ്യം നൽകിയത് അത് വലിയ ചർച്ചയാകുന്ന വിധത്തിൽ സംഭവങ്ങൾ എത്തിയിരുന്നു. ആ കാര്യവും ഇതിൽ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ന്റെ ഈഴവ വോട്ടുകൾ ഹോൾസെയിലായി സംഘപരിവാറിലേക്ക് എത്തിക്കുന്നു. അതിനുള്ള മെയിൻ ചുക്കാൻ പിടിച്ചത് വെള്ളാപ്പള്ളിയാണ്. അതിപ്പോഴും പാർട്ടിയും പിണറായിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിനോട് നമ്മളിവിടെ ഒരു എടുത്തു വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ലീഗിനെതിരെ ഒരു കാര്യം പോലും, ഒരു സംഭവം പോലും പറയാതായിരുന്നു മുഖ്യമന്ത്രിയും മറ്റ് CPM നേതാക്കളും ഒക്കെ തന്നെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം അത് ലീഗിന്റെ തലയിൽ കെട്ടിവെക്കുന്നു, സംസ്ഥാന തലയിൽ കെട്ടിവെക്കുന്നു. ആ രീതിയിലൊക്കെ തന്നെ മുന്നേറുകയാണ് ഓരോ മുഖപത്രത്തിലും. തീർച്ചയായിട്ടും. കാരണം ഒരു പ്രീണന രാഷ്ട്രീയം എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ അത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമസ്തയെ മുറുകെ പിടിച്ച് ലീഗിനെയും അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം തന്നെ CPM നടത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പിലുടനീളം വലിയൊരു തിരിച്ചടി CPM-നെ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. കാരണം കേരളത്തിലുടനീളം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. CPM-ന് ഈഴവ, അതായത് കയ്യിലുണ്ടായിരുന്ന ഈഴവ വോട്ടുകൾ പകുതിയും നഷ്ടപ്പെടുന്ന സാഹചര്യം, വരുമെന്ന് വിചാരിച്ചിരുന്ന മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളും വരാതിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് പൂർണ്ണമായി പതനത്തിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച അത് കേരളത്തിലെ CPM-ന് ഉണ്ടായത് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആക്ഷേപവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം. അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറിയും രംഗത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ഒരു രീതി അത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ.